യേശു നമ്മുടെ വീട്ടിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് യേശു ഉണ്ടായിരുന്ന ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു താമസിച്ച, യേശു ചെന്ന വീടുകളിൽ യേശു നടത്തിയ സംഭാഷണങ്ങൾ, ചെയ്ത അത്ഭുതങ്ങൾ, കർത്താവ് നൽകിയ ഉപദേശങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് യേശു ഉണ്ടായിരുന്ന, യേശു ചെന്ന ഒരു ഭവനം നമ്മൾ ഒരിക്കൽ കൂടെ ചിന്തിക്കാൻ പോവുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒന്നുകൂടെ ഞാൻ ആ തിരുവെഴുത്തുകൾ ആവർത്തിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 6 മുതൽ 13 വരെ വാക്യങ്ങൾ, മർക്കോസ് സുവിശേഷം 14 അധ്യായം 3 മുതൽ 9 വരെ വാക്യങ്ങൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ 3 ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഭവനം, ഒരു വീട്, 3 സുവിശേഷകന്മാർ അതിനെ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ എഴുതിയിട്ടുണ്ട്. ഈ ഭവനത്തെ ഇവിടെ ഒരു വ്യക്തി, ആ ഭവനത്തിന്റെ നാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 26 അധ്യായം 6 വാക്യം, യേശു ബഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ. അപ്പോ വീട്ടുകാരന്റെ പേര് ശിമോൻ എന്നാണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ എന്നാണ്. നമുക്കറിയില്ല, യേശു ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പല കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതിനെ കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, യേശു അവനെ തൊട്ടു, കുഷ്ഠം അവനെ വിട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരിക്കൽ 10 കുഷ്ഠരോഗികൾ യേശുവിനെ കാണാൻ വന്നു. അവരോട് യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിക്കാം. യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് കുഷ്ഠരോഗിയായിരുന്ന ഒരുവൻ സൗഖ്യമായതിനു ശേഷം ട്രീറ്റ്മെന്റിലൂടെയോ അല്ലെങ്കിൽ സ്വാഭാവികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്ഭുതത്താലോ സൗഖ്യമായതിനു ശേഷം അവന് പൊതുസമൂഹത്തിൽ ജീവിക്കുകയും ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെല്ലുകയും ആരാധനയിൽ തുടർന്ന് ഭാഗമാവുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അവിടുത്തെ പുരോഹിതൻ സർട്ടിഫൈ ചെയ്യണം, ഇവനിപ്പോൾ കുഷ്ഠരോഗിയല്ല, ഇവൻ പൂർണ്ണമായി സൗഖ്യമായിരിക്കുന്നു എന്ന് പുരോഹിതൻ അതിനെ അംഗീകരിക്കണം. ഇവര് 10 പേര് കുഷ്ഠരോഗികളായിരിക്കുമ്പോൾ തന്നെ യേശു പറയുകയാണ്, യേശുവിന്റെ അടുക്ക സൗഖ്യത്തിനായി വന്നതാ. യേശു അവരോട് സൗഖ്യമാകാൻ പറഞ്ഞില്ല, അത്ഭുതം ചെയ്തില്ല. യേശു പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിക്കാം. അപ്പൊ ആ വാക്കിനകത്ത് ബിറ്റ്വീൻ ദ ലൈൻസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ വേർഡ്സ് അവർക്ക് മനസ്സിലായി, അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു, ഞങ്ങൾ പുരോഹിതന്റെ അടുക്കൽ എത്തുന്നതിന് മുൻപ് സൗഖ്യമാകും. കാരണം പുരോഹിതൻ കാണുമ്പോൾ ഞങ്ങൾ കുഷ്ഠരോഗികൾ ആയിരിക്കാൻ പാടില്ല. ഈ വിശ്വാസത്തോടെ 10 പേരും പോയി. പോകുന്ന വഴിയിൽ അവരുടെ വിശ്വാസം പോലെ യേശു പറഞ്ഞതുപോലെ അവർ സൗഖ്യമായി. എന്നാൽ ഒരുവൻ മാത്രം പുരോഹിതനെ പോയി കാണുന്നതിന് മുമ്പ് നന്ദി പറയാൻ തിരിച്ചു വന്നു യേശുവിന്റെ അടുക്കൽ. ഈ സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ യേശു പല കുഷ്ഠരോഗികളെയും വാക്കുകൊണ്ടും തൊട്ടും ഒക്കെ സൗഖ്യമാക്കിയത് നമുക്ക് വായിക്കുവാൻ, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കുഷ്ഠരോഗി ആയിരുന്നോ ഈ ശീമോൻ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അങ്ങനെ ശീമോന്റെ പേര് പറഞ്ഞ് ഒരു കുഷ്ഠരോഗ സൗഖ്യത്തെക്കുറിച്ച് സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇവൻ ഒരിക്കൽ കുഷ്ഠരോഗി ആയിരുന്നു എന്ന് നമുക്ക് കാണാം. മാത്രമല്ല, ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കാൻ ഒരുപക്ഷെ കാരണം യേശു ഇവനെ ആക്കിയത് കൊണ്ടാകാം. ഒരു പോസിബിലിറ്റിയാണ്, സാധ്യതയാണ്. യേശു സൗഖ്യമാക്കിയതിന്റെ നന്ദി സൂചകമായി വീട്ടിൽ യേശുവിനെയും ശിഷ്യന്മാരെയും വിളിച്ച് ഭക്ഷണം കൊടുത്തത് ആകാം. അങ്ങനെ ഒരു സാധ്യതയാണ്. ഹല്ലേലൂയ. ഏതായാലും ഇവിടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഈ പാസേജ് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ 3 പാസേജസ് പറഞ്ഞു. ഈ 3 ഒരേ കാര്യം, ഒരു വീട്ടിൽ നടന്ന ഒരേ സംഭവം 3 പേര് എഴുതിയിരിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ ഏകദേശം സാമ്യമുള്ള, അല്ലെങ്കിൽ ഇതിനോട് സമാനതകളുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ 7-ാം അധ്യായത്തിൽ, ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശുവിനെ ഒരുവൻ, എനിക്കൊന്ന് ലഞ്ചിന് ക്ഷണിച്ചു, ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു. അവന്റെ പേര് ശീമോൻ എന്നായിരുന്നു. പക്ഷെ അവിടെ കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ എന്ന് ലൂക്കോസ് എഴുതിയിട്ടില്ല. മറ്റൊന്ന്, അവിടെ പറയുന്ന സ്ത്രീ, അല്ലെങ്കിൽ ആ വീട്ടിൽ വച്ച് യേശുവിന്റെ അടുക്കൽ വന്ന സ്ത്രീയെ കുറിച്ച് പറയുന്നത് പട്ടണത്തിൽ പാപിനിയായിരുന്ന സ്ത്രീ എന്നാണ്. അതേസമയം നമ്മൾ ഇപ്പോൾ പറഞ്ഞ 3 പാസേജസിലും അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നില്ല. അവിടെ ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ലാസറിന്റെ സഹോദരിയായിരുന്ന മറിയ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ബൈബിളിൽ കുറെ മറിയമാരുണ്ട്. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കുറെ മറിയമാരുണ്ട്. അതിലൊരു മറിയ ലാസറിന്റെ സഹോദരിയായ മറിയയാണ്. പിന്നെ നമ്മൾ പഠിക്കുമ്പോഴേക്കും യേശു 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർ പറയുന്നു ആ മറിയയായിരുന്നു, മഗ്ദലക്കാരത്തി മറിയയായിരുന്നു പാപിനി എന്ന് പറഞ്ഞത് എന്ന് ചിലർ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്, വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ തിരുവെഴുത്തിൽ അങ്ങനെ ഒരു പദപ്രയോഗം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറയാനും ഒന്നും ഞാൻ തയ്യാറാകുന്നില്ല. അതേസമയം മഗ്ദലക്കാരത്തി മറിയയിൽ നിന്ന് 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു എന്നുള്ള പ്രയോഗം കാണാം. ആ പദം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഞാൻ ഈ 2 സംഭവങ്ങളും തമ്മിലുള്ള താരതമ്യം, വ്യത്യാസം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ചിലർ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന സംഭവവും ഈ പറഞ്ഞ 3 പാസേജസിലെ സംഭവവും ഒന്നാണ് എന്ന് വാദിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതിന് കാരണം ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞതുപോലെ അവിടെ ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിന്റെ സഹോദരിയായ മറിയ എന്ന പദം കാണുവാനായിട്ട് കഴിയും. പിന്നെ സമാനത, രണ്ടുപേരും സ്വച്ഛമാംസി തൈലം അല്ലെങ്കിൽ സുഗന്ധ തൈലം കൊണ്ടുവന്നു എന്നുള്ളത് സമാനതയാണ്. രണ്ടും ഒരു വീട്ടിൽ നടന്ന സംഭാഷണമാണ് എന്നുള്ളത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ രണ്ടിന്റെയും കോൺവെർസേഷന്റെ ഉള്ളടക്കം വ്യത്യാസമാണ്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുമ്പോൾ യേശു പറയുന്നു, അധികം മോചിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. ഇവൾക്ക് അധികം മോചിച്ചു കിട്ടി, പാപം മോചിച്ചു കിട്ടി, അതുകൊണ്ട് അവൾ അധികം സ്നേഹിച്ചു എന്ന് പറയുന്നു. അപ്പോ അവിടെയും സംഭാഷണത്തിൽ വ്യത്യാസമുണ്ട്, ഡയലോഗ്സിൽ വ്യത്യാസമുണ്ട്, യേശു പറയുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അവൾ എങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു, അവളെ അസഹ്യപ്പെടുത്തിയത് എന്തിന്? എൻ്റെ മരണത്തിനായി, പുനരുദ്ധാനത്തിനായിട്ട് അവൾ മുൻകൂട്ടി ഇത് ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലാതെ അവൾക്ക് പാപം മോചിച്ച് കിട്ടിയ കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. ഏതാ നമ്മൾ ചിന്തിക്കുന്ന, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമായിരിക്കുന്ന 3 പാസേജസിൽ അത് പറയുന്നില്ല. ഇനി മറ്റൊരു കാര്യം വ്യത്യാസമുള്ളത്, ആ സ്ത്രീ വന്നിട്ട് യേശു താഴെ ഇരിക്കുന്നു, യേശുവിൻ്റെ പുറകിൽ നിന്ന് യേശു കാലുകൾ പുറകോട്ട് പുറകോട്ട് നീട്ടിയിരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുകയാണ്. സാധാരണ ഞാൻ ചർച്ചയിൽ ഒരിക്കൽ പ്രസംഗിച്ചവൻ പറഞ്ഞു, ഇന്നത്തെ ഒരു അറബ്യൻ ആ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മജ്ലിസിൽ അവർ താഴെ ഇരിക്കുമ്പോൾ കാലിങ്ങനെ കാല് പുറകോട്ട് വെച്ച് ചരിഞ്ഞിരിക്കാറുണ്ട് എന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, പോസ്റ്റർ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നതുപോലെ യേശു ഇരിക്കുമ്പോൾ യേശുവിന്റെ പുറകിൽ വന്നിട്ട് ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീ അവളുടെ കയ്യിലുണ്ടായിരുന്ന സുഗന്ധദ്രവ്യം യേശുവിന്റെ കാലിൽ ഒഴിച്ചു. തൻ്റെ തലമുടി കൊണ്ട് അവളുടെ കണ്ണുനീർ കൊണ്ട് കാല് നനച്ചു. ഈ തൈലം അവളുടെ യേശുവിന്റെ കാലിലൊഴിച്ചു. അതിനു മുൻപ് അവളുടെ തലമുടി കൊണ്ട്, കണ്ണുനീർ കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ചതിന് ശേഷം സുഗന്ധദ്രവ്യം ഒഴിച്ചു. ഇതാണ് അവിടെ പറയുന്ന സംഭവം. എന്നാൽ ഇവിടെ ഈ 3 സുവിശേഷങ്ങൾ പറയുന്നത് യേശുവിന്റെ പാദത്തിലല്ല തലയിലാണ് ഒഴിക്കുന്നത്. അവിടെയും ഡിസ്ക്രിപ്ഷനിൽ വ്യത്യാസമാണ്. അപ്പോൾ ഇത് രണ്ടും 2 സംഭവമാണ് എന്ന് പറയാൻ തിരുവെഴുത്തിൽ കാണുന്ന ഈ തെളിവുകൾ ധാരാളം മതി. കൂടാതെ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന സംഭവം നടക്കുന്ന വീടിന്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, അത് എവിടെയായിരുന്നു എന്നുള്ളത് അവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ആ സംഭവം നടക്കുന്നതിന് മുൻപും അതിന് ശേഷവും അതിന്റെ പുറകിലും യേശു സഞ്ചരിച്ച സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഗലീല പ്രദേശങ്ങളിലായിരുന്നു.
എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം അതിനു മുൻപ് യേശു നയീനിൽ ചെന്ന് വിധവയുടെ മകനെ ഉയർപ്പിച്ച കാര്യം പറയുന്നുണ്ട്. അതിന്റെ പിന്നാലെ ഗലീല തടാകത്തിന്റെ സമീപത്തുള്ള പ്രദേശങ്ങളിൽ യേശു സഞ്ചരിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ഇടയ്ക്കാണ് ആ സംഭവം പറഞ്ഞിരിക്കുന്നത്. അപ്പോ അത് മോസ്റ്റ് പ്രോബബ്ലി ഗലീല പ്രദേശത്തിൽ എവിടെയോ നടന്ന, ഗലീല പ്രൊവിൻസിൽ ഉണ്ടായിരുന്ന വീടുകളിൽ ഒന്നിൽ നടന്ന സംഭവമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ശീമോനാണ്. എന്നാൽ ഈ സംഭവം നടക്കുന്നത് ബേഥാന്യയിലാണ്, കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബേഥാന്യ എന്ന് പറയുന്നത് ഗലീലയിലല്ല, ഗലീലയ്ക്ക് തെക്കുള്ള ശമര്യയ്ക്കും തെക്ക് കിടക്കുന്ന യഹൂദ്യയിൽ. നോക്കൂ എത്ര അകലമുണ്ട്, 10, 70, 60, 70 മൈൽ ദൂരം വ്യത്യാസമുണ്ട്. യെരുശലേമിന് സമീപത്താണ് ബെഥന്യ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. ബെഥാന്യയിൽ ലാസറിന്റെയും മറിയയുടെയും മാർത്തയുടെയും പേരിൽ ആ സ്ഥലം അറിയപ്പെട്ടതിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാർത്തയുടെയും മറിയയുടെയും പട്ടണമായ ബേഥാന്യയിൽ യേശു വന്നു. ആ ബേഥാന്യയിൽ ഉണ്ടായിരുന്ന ഒരു കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വ്യത്യാസമാണെന്ന് വ്യക്തമാണ്. മാത്രമല്ല, അതുകൊണ്ടാണ് ലാസറിന്റെ സഹോദരിയായ മറിയ തന്റെ ഗ്രാമത്തിൽ, അവളുടെ പട്ടണത്തിൽ ബേഥാന്യയിൽ ഉണ്ടായിരുന്ന ശീമോന്റെ വീട്ടിൽ, കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ യേശു വന്നപ്പോൾ സമീപത്തുള്ള അവളുടെ പട്ടണത്തിൽ തന്നെയുള്ള ഒരു വീട്ടിൽ ചെന്ന് ഈ ശുശ്രൂഷ ചെയ്തത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇതെല്ലാം ഈ വേദപുസ്തകത്തിനകത്ത് നിന്നും ജിയോഗ്രഫിക്കൽ ലൊക്കേഷനെ ബേസ് ചെയ്തും പിന്നെ ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് രണ്ടും ഒരു സംഭവമല്ല, രണ്ട് സംഭവമാണ് എന്ന് ഞാൻ കൺവിൻസ് ആയിരിക്കും, എനിക്ക് ബോധ്യമുണ്ട്. ആ ആശയം നിങ്ങളുമായി പങ്കിട്ടതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാന വിഷയത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 26-6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു ബേഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പേര് വിശേഷണം അവിടെ കൊടുത്തിട്ടുണ്ട്, കുഷ്ഠരോഗി ആയിരുന്ന. അവൻ ഇനി മരിക്കുന്നത് വരെ എന്താ അറിയപ്പെടുന്നത്? അവൻ ഒരിക്കൽ കുഷ്ഠരോഗി ആയിരുന്നു എന്നുള്ളത്. അതൊരു മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരിക്കൽ ആയിരുന്നു, ഇപ്പൊ സൗഖ്യമായി, നല്ല കാര്യമാണ്. എങ്കിലും ഞാൻ പറയാം, വചനം പറയുന്നു നല്ല പേർ സുഗന്ധ തൈലത്തെക്കാൾ നല്ലത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ചില പേരുകൾ ഒരിക്കൽ കിട്ടിപ്പോയാൽ പിന്നെ മരിക്കുന്നത് വരെയും എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. അപ്പോ നല്ല പേര് കിട്ടാനായിട്ട് വേണം നമ്മൾ ശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ഈ നല്ല പേരിനേക്കാൾ വേഗത്തിൽ മാർക്കറ്റിൽ, ന്യൂസ് പേപ്പറിലൊക്കെ വരുന്നതാണ് മോശം പേര്. 100 നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാള് മനഃപൂർവ്വം അല്ലാതെ അബദ്ധത്തിലായാലും ഒരു തെറ്റ് ചെയ്താൽ ഈ 100 കാര്യങ്ങളും ലോകം മറക്കും. ചെയ്ത തെറ്റു മാത്രം ലോകം ഉയർത്തി കാണിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എത്ര നല്ലവരാണെങ്കിലും എത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ഒരു തെറ്റ് കാണാൻ, ഒരു തെറ്റ് കിട്ടാൻ ലോകം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. പേടിക്കണമെന്നല്ല പറഞ്ഞത്, സൂക്ഷ്മതയുള്ളവരായിരിക്കും. എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റാം. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമിക്കാൻ, സൂക്ഷിക്കാൻ, കെയർഫുൾ ആകാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നല്ല പേരിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ശ്രമിക്കാം, പ്രയത്നിക്കാം. നല്ല പേരുകൾ മാത്രം നമുക്ക് കിട്ടട്ടെ. ഹല്ലേലൂയ. യേശു മറ്റൊരു കാര്യം, ഈ ഒരിക്കൽ കുഷ്ഠരോഗിയായിരുന്നത് കൊണ്ട് അങ്ങനെ കരുതി ഈ വീട്ടിൽ പോകാൻ മടിക്കുന്ന പലരും ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. പക്ഷെ യേശുവിന് അങ്ങനെ യാതൊരുവിധ മടിയുമില്ല. ഇനി കുഷ്ഠരോഗി ആയിരുന്നു ഒരിക്കൽ, അതുകൊണ്ട് ഇനി പോകുന്നതിന് എന്ത് എന്നുള്ളതിനും അപ്പുറത്ത് യേശുവിന്റെ ശുശ്രൂഷയിൽ കുഷ്ഠരോഗിയെ തൊട്ടിട്ടുണ്ട്. അന്ന് കുഷ്ഠരോഗിയെ അകറ്റി നിർത്തുന്ന സമൂഹത്തിൽ, പാളയത്തിന് പുറത്തു പാർക്കാൻ പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ യേശുവിന് ഒരു മാരകമായ വ്യാധിയെയും രോഗത്തെയും കർത്താവിന് ഭയമില്ല. ഏത് മനുഷ്യനെയും കർത്താവ് കൈക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ, സ്പർശിക്കുവാൻ, എന്തിനാ, ആശ്ലേഷിക്കുവാൻ, ആലിംഗനം ചെയ്യുവാൻ യേശു എപ്പോഴും തയ്യാറാണ്. തൻ്റെ അടുക്കൽ തന്നെ അംഗീകരിക്കാൻ വരുന്ന ആരെയും കർത്താവ് തള്ളിക്കളയുന്നില്ല. ഏതൊരാൾക്കും ക്രിസ്തുവിന്റെ അടുക്കൽ എപ്പോഴും സുസ്വാഗതമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വീട്ടിൽ യേശു ചെല്ലാൻ തയ്യാറായി.
അത് തന്നെ കർത്താവിന്റെ മഹാകരുണ നിറഞ്ഞ മനസ്സിനെ കാണിക്കുകയാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 12:2 നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അവിടെ അവർ യേശുവിന് വലിയൊരു വിരുന്നൊരുക്കി എന്ന് നമുക്ക് കാണാം. ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് പിന്നാലെയാണ് ആ സംഭവം നടക്കുന്നത്. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ വലിയൊരു വിരുന്നൊരുക്കി. ലാസർ പന്തിയിലിരുന്നവരിൽ ഒരാളായിരുന്നു എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അതും ഒരു ദൂതാണ്. മുൻപ് യേശു വീട്ടിൽ വന്നപ്പോൾ ലാസർ ഭയങ്കര ബിസി ആയിരുന്നു. വചനത്തിൽ അങ്ങനെ ഡയറക്റ്റ് എഴുതിയിട്ടില്ലെങ്കിലും മാർത്ത പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് കിച്ചണിൽ തിരക്കായിരുന്നു. മറിയ യേശുവിന്റെ പാദത്തിലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തു. ഈ സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷെ ലാസറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് ഭയങ്കര ബിസി ആയിരുന്നു. ശുശ്രൂഷകളിൽ, കൂട്ടായ്മകളിൽ, മീറ്റിങ്ങുകളിൽ പങ്കുചേരാൻ സമയമില്ലാതെ മീൻ ഭയങ്കര ഓട്ടത്തിലായിരിക്കുന്നവർക്ക് കർത്താവ് പന്തിയിലിരിക്കാൻ തുടർന്ന് അവസരമൊരുക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. പ്രൈസ് ഉള്ളവർ. അപ്പൊ ആ ഓപ്പറേഷനിലൂടെ നമ്മൾ പോകാതിരിക്കാൻ, ആ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും നടക്കാതിരിക്കാൻ, ലാസർ 4 ദിവസം കല്ലറയ്ക്കകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇനി എന്ത് വന്നാലും ഞാൻ കർത്താവിന്റെ കൂടെ പന്തിയിൽ ഇരുന്നിട്ടേ ഉള്ളൂ, വേറെ പരിപാടികൾ ഇത് കഴിഞ്ഞേ ഉള്ളൂ, എനിക്ക് മറ്റെന്തും എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നൊരു ദൂതുകൂടെ അതിനകത്തുണ്ട്. യേശുവിന് അവർ ഒരു വിരുന്നൊരുക്കി. യേശു കഴിക്കാൻ പോയ പല വീടുകളെയും കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ പ്രത്യേകത, യേശു പ്രസംഗിക്കുന്നത് ഇതുപോലെ അറേഞ്ച്ഡ് മീറ്റിംഗ്സിൽ മാത്രമല്ല, നേരത്തെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത മീറ്റിങ്ങുകളിൽ മാത്രമല്ല. കർത്താവ് ആഹാരം കഴിക്കാൻ ചെല്ലുന്നിടത്തിരുന്നും ഭയങ്കര ദൂതുകൾ പറഞ്ഞിട്ടുണ്ട്, വലിയ സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ ഉപമകൾ പോലും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യേശു സംസാരിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നതിനെ കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നവനെ കുറിച്ചൊക്കെ കർത്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോ യേശുവിന്റെ പ്രസംഗവേദികൾ എന്ന് പറയുന്നത് ഒരു ഒരുക്കപ്പെട്ട വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള സ്റ്റേജസ് മാത്രമല്ലായിരുന്നു. കിട്ടിയ കോണ്ടെക്സ്റ്റുകൾ, അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യേശു ദൈവരാജ്യം അതിന്റെ സന്ദേശം കൈമാറാനായിട്ട് ഉപയോഗിച്ചു. നമുക്കും അതൊരു ഇൻസ്പിറേഷൻ അല്ലേ, മോഡൽ അല്ലേ, എക്സാമ്പിൾ അല്ലേ? നമ്മുടെ ജോലി സ്ഥലത്ത്, യാത്രാമധ്യത്തിൽ, സ്നേഹിതരോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളിൽ, അങ്ങനെ വിവിധ കോണ്ടെക്സ്റ്റിൽ ഒരു വാക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ, ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ, സുവിശേഷത്തെക്കുറിച്ച് പറയാൻ ഒക്കെ നമുക്ക് കഴിയണം. കർത്താവ് അതിന് മാതൃക കാണിച്ചത്. അതിനുവേണ്ടി പ്രത്യേകിച്ച് കൺവെൻഷനും ഉണർവ് യോഗവും മ്യൂസിക് ഫെസ്റ്റും ഒന്നും വരാനായിട്ട് കാത്തു നിൽക്കണ്ട. വരുമ്പോൾ ചെയ്യുന്നത് നല്ല കാര്യം, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് ചെയ്യുന്നത് ഗ്രേറ്റ് തിങ്സ്. യേശുവും ചെയ്തിട്ടുണ്ട്. യേശു 3 ദിവസം ഒരിക്കൽ ഉണർവ് യോഗമൊക്കെ ക്രമീകരിച്ചപ്പോഴേക്കും ഒരാൾ വന്ന് പറഞ്ഞു, ഹെരോദാവ് നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്നും നാളെയും രോഗികളെ സൗഖ്യമാക്കുകയും ദൈവരാജ്യം പ്രസംഗിക്കുകയും മറ്റന്നാൾ സമാപിക്കുകയും ചെയ്യും. 3 ദിവസം നോട്ടീസ് അടിച്ച് നടത്തുന്ന മീറ്റിംഗ് ആണ്. അതുകൊണ്ട് മറ്റന്നാൾ സമാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ കുറുക്കനോട് പോയി വേറെ പണി നോക്കാൻ പറ എന്ന് കർത്താവ് പറഞ്ഞു വിടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള പ്രീ പ്ലാൻഡ് മീറ്റിംഗ്സ് വെച്ച് നടത്തിയിട്ടുണ്ട്. കർത്താവ് അവസാനത്തെ അത്താഴത്തിന് വേണ്ടി വിരിച്ചൊരുക്കിയ മാളിക മുറി പോയി ക്രമീകരിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ പ്രീ പ്ലാൻഡ് ആയിട്ട് മീറ്റിംഗ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിന്റെ ശുശ്രൂഷകൾ പലതും ഇൻസ്റ്റന്റ് ആയിരുന്നു, ഓൺ ദ സ്പോട്ട് ആയിരുന്നു, യാത്രാ മധ്യത്തിലായിരുന്നു, വീടുകളിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വലിയ വലിയ സന്ദേശങ്ങൾ, വലിയ ആലോചനകൾ കർത്താവ് കൈമാറിയത്. ഇനി അതോടുകൂടെ ചേർത്ത് ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ട് സഭായോഗങ്ങൾ മാത്രമല്ല, ഉപവാസ പ്രാർത്ഥനകൾ, ഉണർവ് യോഗങ്ങൾ, കൺവെൻഷനുകൾ മാത്രമല്ല, ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ, ഒരു കൊച്ചു കുട്ടിയിലെ പോലും സംസാരിക്കാൻ പല സാഹചര്യങ്ങളിൽ കർത്താവിന് കഴിയും. ദൈവത്തിന്റെ സ്വരം കേൾക്കാനും തിരിച്ചറിയാനും തുറന്ന കാതുകൾ ഉള്ളവരായി നമുക്ക് ആയിരിക്കാനായിട്ട് കഴിയണം. പ്രാർത്ഥിച്ച് വലിയ വിഷയങ്ങളുടെ മുന്നിൽ ദൈവമേ ഇതിന്റെ മറുപടി, ഇതിന്റെ ഉത്തരം കിട്ടണം ആഗ്രഹിച്ച് സഭായോഗത്തിന് ചെന്നിരിക്കുമ്പോൾ അന്നത്തെ ശുശ്രൂഷയിൽ, അന്നത്തെ സന്ദേശത്തിൽ നമുക്ക് യാതൊന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആലോചന കേട്ടില്ല, ദൈവശബ്ദം കേട്ടില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടുകയൊന്നും വേണ്ട. ഒരുപക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വെറുതെ പാർക്കിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ പറന്നുകൊണ്ടിരുന്ന ഒരു പൂമ്പാറ്റയിലൂടെ, ഒരു വിടർന്നു നിൽക്കുന്നൊരു പുഷ്പത്തിലൂടെ ഒക്കെ ദൈവത്തിന് നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള ആലോചന കൈമാറുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എപ്പോഴും തുറന്ന കണ്ണുകൾ, തുറന്ന കാതുകൾ ദൈവശബ്ദത്തിന് വേണ്ടി നമുക്കുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ.
കർത്താവിന്റെ സ്വരം കേൾക്കാൻ വാഞ്ചിക്കുന്ന ഹൃദയം നമുക്കുണ്ടായിരിക്കട്ടെ. രമ്യാവിനോട് കുശവന്റെ അടുക്ക പോയി ദൂത് കേൾക്കാൻ ദൈവം പറഞ്ഞില്ലേ? അവിടെ നടന്ന സംഭവത്തിലൂടെ ഇതാണ് എനിക്ക് നിനക്ക് തരാനുള്ള സന്ദേശം എന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ കർത്താവിന് വിവിധ നിലകളിൽ നമ്മോട് സംസാരിക്കാനായിട്ടുണ്ട്. അതിന് ഒരു യോഗത്തിൽ, ഒരു മീറ്റിംഗിൽ, ഉണർവ് യോഗത്തിൽ വെച്ച് തന്നെ ആയിരിക്കണമെന്ന് നമ്മൾ അങ്ങനെ ഒരു മുൻവിധി നമുക്കുണ്ടാകരുത്. ഏതോ കാരണവശാൽ നമ്മുടെ അകത്തൊക്കെ അങ്ങനെ കയറി കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു മുൻവിധി ഉണ്ടാകരുത്. സ്തോത്രം. ദൈവത്തിന് സംസാരിക്കാൻ ഏത് സാഹചര്യത്തിലും കഴിയും. അപ്പോ കർത്താവ് ഒരു ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ ഇവിടെ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ യേശുവിന് വിരുന്നൊരുക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ വരുന്നവരെ നമ്മൾ ആദരിക്കാറുണ്ട്. നമ്മുടെ നമ്മുടെ മലയാളികളുടെ, ഇന്ത്യക്കാരുടെ ഒക്കെ കൾച്ചർ, വീട്ടിൽ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിരിക്കണമെന്ന് നിർബന്ധമാണ്. അവർ നിർബന്ധിച്ച് വേണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ നിർബന്ധിച്ച് നമ്മൾ കുടിപ്പിച്ചിട്ടേ വിടൂ എന്ന ആ ഒരു കൾച്ചർ നമുക്കുണ്ട്. അതൊരു നല്ല കൾച്ചറാണ്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും നമുക്ക് ഭവനത്തിൽ വരുന്നവരെ അവരെ സൽക്കരിക്കാൻ, അതൊരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ആതിഥ്യ സൽക്കാരം ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, ദൈവം സന്തോഷിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് ഒത്തിരി വിഭവങ്ങളൊന്നും കൊടുക്കാനായിട്ട് കാണില്ലായിരിക്കാം, ഒരുപാട് വലിയ വിരുന്നൊന്നും കൊടുക്കാൻ കാണില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാപ്തി പോലെ ഓരോരുത്തരുടെയും കഴിവുകൾ, താലന്തുകൾ വ്യത്യാസമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ തന്നെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഭയങ്കര ഷെഫുമാരും കുക്കുമാരും ഒക്കെയാണ്. പക്ഷെ എല്ലാവർക്കും ആ താലന്ത് ഉണ്ടാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് പ്രാപ്തി പോലെ. ഹല്ലേലൂയ. ആരോ പറഞ്ഞതുപോലെ ഈ കൊടുക്കുന്നയാളിന്റെ ഹൃദയമാണ് കഴിക്കുന്ന ആഹാരത്തിന്റെ രുചിക്ക് ആധാരം. കൊടുക്കുന്നയാളിന്റെ ഹൃദയമാണ് കഴിക്കുന്ന ആഹാരത്തിന്റെ രുചിക്ക് ആധാരം എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തോടെ നമ്മൾ കൊടുക്കുന്നെങ്കിൽ അത് ചിലപ്പോ പച്ചവെള്ളമാണെങ്കിലും അതിനൊരു രുചി കാണും, തേനിനേക്കാൾ മധുരം കാണും. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചൊരു വാക്ക് ഞാൻ അവിടെ പറഞ്ഞതേ ഉള്ളൂ. സന്തോഷത്തോടെ നമ്മുടെ അടുക്കൽ വരുന്നവരെ നമുക്ക് കൈക്കൊള്ളാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 12:3 നമ്മൾ കാണുന്നുണ്ട്, ലാസറിന്റെ സഹോദരിയായ മറിയ, നേരത്തെ യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് നല്ല അംശം തെരഞ്ഞെടുത്തിട്ടുള്ള മറിയ, പ്രൈസ് ദി ലോർഡ്, തന്റെ സഹോദരൻ ഉയർത്തെഴുന്നേറ്റ ആ സന്തോഷം അല്ലെങ്കിൽ ആ നന്ദി ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി യോഹന്നാൻ 12:3 നമ്മൾ വായിക്കുമ്പോൾ വീട് മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അവളുടെ വീടല്ല, മറ്റൊരാളുടെ വീടാണ്. പക്ഷെ ആ വീട്ടിൽ യേശുവുണ്ട്. യേശുവുള്ള വീട്ടിൽ സുഗന്ധം നിറയും. 2, യേശുവിനെ നമ്മൾ കൈക്കൊണ്ട് ആ സുഗന്ധത്തെ നിറയ്ക്കുന്നവരായിരിക്കണം എന്നുകൂടെ ഒരു ആലോചന അവിടെ നിന്ന് ഞാൻ പറയുകയാണ്. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സാന്നിധ്യത്തിന്റെ സൗരഭ്യം നമ്മുടെ വീടുകളിൽ നിറയട്ടെ, നമ്മൾ ചെല്ലുന്ന വീടുകളിൽ നിറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജെ ജോൺ എന്ന പ്രസംഗകൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലർ വരുമ്പോൾ അവിടെ സന്തോഷമുണ്ടാകും, എന്നാൽ സന്തോഷം ചിലയിടത്തുണ്ടാകുന്നത് ചിലർ അവിടെ നിന്ന് പോകുമ്പോഴാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മൾ ചെല്ലുമ്പോൾ സന്തോഷമുണ്ടാക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പോകുമ്പോൾ പോയി കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അദ്ദേഹം ഇംഗ്ലീഷിലാണ് അത് പറഞ്ഞത്. ആമേൻ. സം പീപ്പിൾ ക്രിയേറ്റ്സ് ഹാപ്പിനെസ് wherever they go, but some people creates happiness whenever they go. Whenever they go. Praise the Lord. അപ്പോ നമ്മള് പോകുമ്പോൾ സന്തോഷം, അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നവരാകരുത്, ഇവിടേക്ക് ചെല്ലുമ്പോൾ സന്തോഷം ഉണ്ടാക്കുന്നവരാകുവാൻ, സൗരഭ്യം പരത്തുന്നവരാകാൻ, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട്, ആമേൻ, നമ്മുടെ സൗമ്യത കൊണ്ട്, നമ്മുടെ വിനയം കൊണ്ട്, നമ്മുടെ ക്രിസ്തുവിന്റെ നല്ല ഗുണങ്ങൾ കൊണ്ട്, ക്രിസ്തുവിന്റെ ഭാവം കൊണ്ട് സന്തോഷം നിറയ്ക്കുന്നവരാകാൻ, ഫ്രാഗ്രൻസ്, സൗരഭ്യം നിറയ്ക്കുന്നവരാകാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ക്യാരക്ടറിനെ, വചനത്തിന്റെ ഒരു ഇത് തന്നെ അതാണല്ലോ, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴേക്കും സഹിഷ്ണുത ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നു എന്ന്, സിദ്ധത എന്ന മലയാളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നു. ടോളറൻസ് ബ്രിങ്സ് ക്യാരക്ടർ. സഹിഷ്ണുതയാണ് നമ്മുടെ ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നത്. അത് മറക്കാതിരിക്കുക. സഹിഷ്ണുതയുള്ളവരായിരിക്കണം, ടോളറന്റ് ആയിരിക്കണം, പേഷ്യന്റ് ആയിരിക്കണം. ഹല്ലേലൂയ. ക്ഷമിക്കുന്നവരായിരിക്കണം, ക്ഷമയുള്ളവരായിരിക്കണം.
ഹല്ലേലൂയ. ക്ഷമിക്കുന്നവരും ക്ഷമയുള്ളവരും രണ്ട് വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങൾ എടുത്ത് ചാടി പറയരുത്. കേട്ടിരിക്കാൻ, കേൾക്കാൻ വേഗത, പറയാൻ താമസം. ഹല്ലേലൂയ. അതുപോലെ പേഷ്യന്റ്ലി വെയിറ്റ് ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം. ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിനെ ഉണ്ടാക്കും. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ, യു കനോട്ട് ചേഞ്ച് യുവർ പേഴ്സണാലിറ്റി ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ക്യാരക്ടർ. ഹല്ലേലൂയ. പേഴ്സണാലിറ്റി അത് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഓരോരുത്തർക്കും DNA ഉണ്ട്. അതിൽ അധിഷ്ഠിതമായിരിക്കും നമ്മുടെ പേഴ്സണാലിറ്റി. ബട്ട് വി ക്യാൻ ചേഞ്ച്, ട്രാൻസ്ഫോം അവർ ക്യാരക്ടർ. രൂപാന്തരം സ്വഭാവത്തിൽ സംഭവിക്കണം. അത് ക്രിസ്തുവിന് അനുരൂപമായി ഓരോ ദിവസവും നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പോ നമ്മളായിരിക്കുന്നിടത്ത് സുഗന്ധം പരത്തുവാൻ, സുഗന്ധം നിറയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സ്വന്തം വീടിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ ദേശത്ത്, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മൾ സമ്മേളിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ സ്നേഹിതരുടെ ഇടയിലൊക്കെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവർക്കൊരു സന്തോഷം, നമ്മൾ ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു സൗരഭ്യം പരക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. അതിന് കാരണം ക്രിസ്തു നമ്മിൽ വരുത്തിയ മാറ്റമാണെന്നും ക്രമേണ അവർ അറിയട്ടെ. ഹല്ലേലൂയ. അതൊരു സൈലന്റ് ഇവാഞ്ചലൈസേഷൻ ആണ്, അല്ലെ? പ്രൈസ് ലോർഡ്. നിശബ്ദ സുവിശേഷീകരണമാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഡിസ്റ്റർബ്ഡ് ആയി. അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രൈസ് ലോർഡ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 12:4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം വായിക്കുമ്പോഴേക്കും ഈ സംഭവത്തിന് തൊട്ട് പുറകെയാണ് പുള്ളി പോയി പുരോഹിതന്മാരോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ പുള്ളിക്ക് ഒരു കോംപ്രമൈസിന് പുള്ളി തയ്യാറല്ലായിരുന്നു. ഈ പാഴ്ചെലവ് യോഹന്നാൻ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് 6-ാം വാക്യത്തിൽ. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകെ കൊണ്ടും. യോഹന്നാൻ കടുത്ത വാക്ക എഴുതിയിരിക്കുന്നു, അല്ലേ? അവൻ കള്ളനാകെ കൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ട് മാത്രമേ പറഞ്ഞത്. യോഹന്നാൻ വളരെ സൂക്ഷ്മമായിട്ട് രഹസ്യമായിട്ട് ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പുള്ളി ഇടയ്ക്ക് അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നത്. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറവുണ്ടായിരുന്നത് യോഹന്നാനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആമേൻ, എന്താ പറയുക, ഒളിഞ്ഞു നോക്കി കണ്ടുപിടിക്കാനുള്ള ബുദ്ധി കാണിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ സഞ്ചിയിൽ നിന്ന് എടുത്തു വന്നു എന്നുകൂടെ പറയണമെങ്കിൽ അവൻ കള്ളനാകൊണ്ട് എടുത്തു വന്നതുകൊണ്ട്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ പിശാച് ചിലരിലൊക്കെ കേറാൻ കാരണം എന്തെന്നറിയാവോ? ഇടം കൊടുക്കുന്നത് കൊണ്ടാണ്. സാത്താൻ ബാക്കി 11 ശിഷ്യന്മാരിലും കയറിയില്ല, ഈ യൂദാ ഇസ്കരിയോത്താവിൽ കയറി. എന്താ കാരണം? അവൻ അതിനുള്ള എൻട്രൻസ് കൊടുത്തു, കൊറിഡോർ ഒരുക്കി കൊടുത്തു, സാത്താന് കയറാനുള്ള വഴി ഒരുക്കി കൊടുത്തു. എങ്ങനെ? അവിശ്വസ്തത കാണിച്ചിട്ട്, കള്ളനായിട്ട്. അവനെ ഏൽപ്പിച്ച ആ പണസഞ്ചി സൂക്ഷിച്ച്, ആമേൻ, അതിനെ ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാതെ അതിൽ നിന്ന് അടിച്ചു മാറ്റി, അല്ലെങ്കിൽ അതിൽ നിന്ന് മോഷ്ടിച്ച് കള്ളൻ ആയപ്പോ അവന്റെ അകത്തേക്ക് പിശാചിന് ആക്സസ് കിട്ടി. അത് എവിടം വരെ എത്തി? പൈസയ്ക്ക് വേണ്ടി യേശുവിനെ ഒറ്റുകൊടുക്കുന്ന നിലയിൽ വരെ എത്തിച്ചേർന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരു പക്ഷേ ബോധപൂർവം നമ്മൾ ആരും തെറ്റും പാപവും ചെയ്യുന്നവരായിരിക്കില്ല, പാപശീലം നമുക്കില്ലായിരിക്കാം. എന്നാൽ പിശാചിന് ആക്സസ് കൊടുക്കുന്ന ഏതെങ്കിലും തെറ്റ് ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം, രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. പാപത്തിൽ ജീവിക്കുന്നവന് ന്യായവിധി ഉറപ്പാണ്. എന്നാൽ പാപം സംഭവിക്കുമ്പോൾ തെറ്റ് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താൻ ഇടം കൊടുക്കരുത്, അവകാശം പറയാൻ ആക്സസ് കൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മിൽ, വ്യക്തിയിൽ, കുടുംബങ്ങളിൽ സാത്താന് പ്രവേശിക്കാൻ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. സ്തോത്രം. ആമേൻ. യേശുവിന്റെ ഇതിനുള്ള മറുപടി എന്തായിരുന്നു എന്ന് ആമേൻ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, യേശുവോ അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു. ലാസറിനെ ഇപ്പൊ അങ്ങോട്ട് ഉയർപ്പിച്ചതേ ഉള്ളൂ. ആമേൻ. യേശു പറയുക, തന്റെ മരണത്തെക്കുറിച്ച് യേശു മുന്നറിയിച്ച് പറയുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്ക ഉണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്ക ഇല്ല താനും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഒരു ചില സന്ദേശങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുണ്ട്.
ഒന്ന്, യൂദാസ് ഉൾപ്പെടെയുള്ള പലർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇവൾ ചെയ്ത ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ യേശുവിന്റെ കാഴ്ചപ്പാട് എന്താണ്? ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് വിധിക്കുന്നു എന്നുള്ളതല്ല, ആ വിഷയത്തിൽ യേശു എന്തു പറഞ്ഞു, യേശു എന്തു പറയുന്നു. യേശു പറയുന്നു, ഡോണ്ട് ഡിസ്റ്റർബ് ഹർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ലോകം അപ്രൂവ് ചെയ്യണ്ട, എന്നാൽ യേശു അപ്രൂവ് ചെയ്തിരിക്കണം. അതൊരു തീരുമാനമാക്കി, ഞാൻ പറയുന്ന ഓരോ വാക്കും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. യേശു അപ്രൂവ് ചെയ്യാത്ത ഒരു വാക്ക് പോലും എന്നിൽ വേണ്ട. യേശു അപ്രൂവ് ചെയ്യാത്ത ഒരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ വേണ്ട. യേശു അപ്രൂവ് ചെയ്യാത്ത ഒരു നാണയം പോലും എൻ്റെ വീടിനകത്ത് വേണ്ട. യേശു അപ്രൂവ് ചെയ്യാത്ത ഒരു ജോലിയും എനിക്ക് വേണ്ട. യേശു അപ്രൂവ് ചെയ്യാത്ത ഒരു ഭൗതിക സമ്പത്തും എനിക്ക് വേണ്ട. യേശു അപ്രൂവ് ചെയ്തത് മാത്രം എനിക്ക് മതി. ഹല്ലേലൂയ. കർത്താവ് അപ്രൂവ് ചെയ്താൽ പിന്നെ വേറെ ആരൊക്കെ ഡിസ്റ്റർബ് ചെയ്താലും ഒരു വിഷയമേ അല്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുകയാണ്, അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ഷി ഡിഡ് ബ്യൂട്ടിഫുൾ തിങ് ടു മീ. അവൾ ചെയ്തത് നല്ല പ്രവൃത്തിയല്ലോ, ബ്യൂട്ടിഫുൾ തിങ്. ഹല്ലേലൂയ. നമുക്കും കർത്താവിനെ പ്രതി, കർത്താവിന്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി ബ്യൂട്ടിഫുൾ തിങ്സ് ചെയ്യാനായിട്ട്, നമ്മിലുള്ള ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ട്, ദ ബെസ്റ്റ് ലെറ്റ് us ബ്രിങ് ടു ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും ആമേൻ ഭംഗിയായി ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കാനായിട്ട് ആമേൻ കഴിയട്ടെ. ഇവിടെ മറ്റൊരു കാര്യം കർത്താവ് പറഞ്ഞു, ഡു ഗുഡ് ടു ദ പുവർ വെനെവർ യു വാണ്ട്. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട്, എന്തിനാ ചർച്ചിൽ ഈ ദശാംശം മുഴുവനും കൊടുക്കുന്നേ, ദരിദ്രന്മാർക്ക് കൊടുത്തൂടെ? പ്രൈസ് ദി ലോർഡ്. ഈ പറയുന്ന പുള്ളികൾ ചർച്ചിലും കൊടുക്കത്തില്ല, ദരിദ്രന്മാർക്കും കൊടുക്കത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ചർച്ചയിൽ കൊടുക്കാത്തവൻ ദരിദ്രന് കൊടുക്കത്തില്ല. ചിലർ പറയാറുണ്ട്, ഞാനും മിഷൻ ഫീൽഡിൽ മുഴുവൻ കൊടുക്കുന്നതുകൊണ്ട് ചർച്ചില് കൊടുക്കാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ കള്ളവാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൊടുക്കാത്തവൻ അവിടെയും കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ പ്രാർത്ഥിക്കാത്തവൻ സഭയിൽ വന്നാലും പ്രാർത്ഥിക്കത്തില്ല. ആമേൻ. അതാണ് യാഥാർത്ഥ്യം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. ആമേൻ. കൊടുക്കുന്നവര് ദൈവരാജ്യത്തിന് വേണ്ടി അവർ ആയിരിക്കുന്ന ഇടത്ത് ആദ്യം കൊടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മള് അയൽവക്കത്തെ കുഞ്ഞിന് ബുക്കില്ല, നോട്ട്ബുക്ക് ഇല്ല, മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന് മേടിച്ചു കൊടുക്കാതെ ആയിരിക്കില്ല മേടിച്ചു കൊടുക്കുന്നത്, അല്ലെ? ആദ്യം സ്വന്തം കുഞ്ഞിനെ പോഷിപ്പിച്ചിട്ടാണ് അടുത്ത കുഞ്ഞിന് കൊടുക്കുന്നത്. ദൈവം അതിനെതിരൊന്നുമല്ല, അങ്ങനെ ചെയ്യാൻ തന്നെ പറഞ്ഞത്. സ്വന്തം കുടുംബത്തെ നോക്കാത്തവൻ, സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമൻ എന്ന പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവനാമത്തിന് വേണ്ടി നാം ആയിരിക്കുന്ന ഇടത്ത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവസഭയ്ക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ തിങ്സ് ചെയ്യാനായിട്ട് കർത്താവ് നമ്മോട് ആലോചന പറയുകയാണ്. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടല്ലോ, നിങ്ങൾക്ക് അരികെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാൽ ഇത് ചെയ്യാൻ ഇപ്പോഴേ അവസരമുള്ളൂ. ആമേൻ. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവനാമത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പ്രേരണയുണ്ടായാൽ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്, അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കരുത്, അപ്പൊ തന്നെ ചെയ്യണം. കാരണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പിന്നെയും അവസരം ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. ദൈവനാമത്തിന് വേണ്ടി ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊരിക്കലും നമുക്ക് ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഡിലേ ആക്കരുത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നുകൂടെ കർത്താവ് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. മറ്റൊന്ന്, യേശുവിന്റെ മരണത്തെക്കുറിച്ച് കർത്താവ് പ്രവചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ ഇത് ചെയ്തു എന്ന് ഇരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. മത്തായിയും പറയുന്നുണ്ട്, യോഹന്നാനും അത് പറയുന്നുണ്ട്, അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. സാധാരണ മരിച്ചു കഴിയുമ്പോൾ ഡെഡ് ബോഡിയിൽ ഈ സുഗന്ധ തൈലം ഒഴിച്ച് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു പറയുക, അവൾ ഞാനിപ്പോ ജീവിച്ചിരിക്കുമ്പോഴാ ഇത് ചെയ്തത്. വേറെ യേശു തന്നെ തന്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് മുന്നറിയിക്കുകയാണ്, എന്റെ ശവസംസ്കാരത്തിനായി, മരണത്തിനായി അവളത് ചെയ്തതാണ്, മരണസമയത്തേക്ക് വേണ്ടി അവളത് ചെയ്തതാണ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ കർത്താവ് പറയുന്നു, മത്തായി 26:13. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഹൃദയംഗമായി മറ്റാരെയും ഗണ്യമാക്കാതെ, വിമർശനങ്ങൾ വകവയ്ക്കാതെ അവൾ അത് ചെയ്തതിനെ കർത്താവ് പറയുക, സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെ ഇതും പറയും. കാരണം
യേശുവിന്റെ മരണത്തെക്കുറിച്ച്, അടക്കത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് സുവിശേഷം അതിന്റെ കാതലായ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. ആ യേശുവിന്റെ മരണത്തിന് മുൻപ് കർത്താവ് പോയ ദിവസങ്ങളെക്കുറിച്ച്, ആയിരുന്ന നാളുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ വിഷയവും പറയും. ഹല്ലേലൂയ, നോക്കൂ, അവൾ ചെയ്ത കാര്യം കർത്താവ് അത് അപ്രൂവ് ചെയ്യുക മാത്രമല്ല, അവളുടെ ഓർമ്മയ്ക്കായി പറയും എന്ന് പറഞ്ഞാൽ അവളുടെ പേര് ദൈവസന്നിധിയിൽ ഓർത്തിരിക്കും. ഈ ലോകത്തിൽ ആരും നമ്മളെ ഓർത്തില്ലെങ്കിലും നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. കർത്താവ് നമ്മെ ഓർത്തിരിക്കും. നാം ചെയ്തതെല്ലാം മനുഷ്യർ മറന്നു പോകാം, നമ്മളും ചിലപ്പോൾ മറന്നു പോകാം. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഓർത്തിരിക്കും. ദൈവം മറക്കുകയില്ല. മറന്നു കളയാൻ അവൻ അനീതിയുള്ളവനല്ല എന്ന എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഗോഡ് ഈസ് നോട്ട് അൺറൈറ്റസ് ഗാഡ് ടു ഫോർഗെറ്റ് വാട്ട് എവർ വി ഹാവ് ഡൺ ഫോർ ഹിസ് നെയിം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉണ്ടായിരുന്നൊരു വീട്ടിൽ ഒരു സ്ത്രീ വന്ന് അവൾക്ക് ഏറ്റവും വിലപ്പെട്ട സ്വച്ഛമാംസി തൈലം കർത്താവിന്റെ തലമേൽ ഒഴിക്കുകയും അവിടെ നടന്ന ആത്മീയ സംഭാഷണങ്ങളുമാണ് നമ്മളിന്ന് ചിന്തിച്ചത്. ദൈവനാമഹത്വത്തിന് വേണ്ടി നമ്മുടെ വിലയേറിയതിനെ ചെലവിടുവാൻ, അത് പാഴല്ല, വെറുതെയല്ല, വേസ്റ്റ് ആക്കുന്നതല്ല. യൂദാസിന്റെ ചിന്താഗതി നമുക്ക് ആർക്കും ഉണ്ടാകരുത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ വേസ്റ്റിംഗ്, അത് പാഴാക്കി കളയുന്നതല്ല. ഹല്ലേലൂയ. പിന്നെയോ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ കുറിച്ചു വയ്ക്കപ്പെടും, ഓർമ്മിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം നമ്മൾ കാണും. ഹല്ലേലൂയ. നാം ചെയ്യുന്ന പ്രവൃത്തി സുഗന്ധം നിറയ്ക്കുന്നതാകട്ടെ, പരിമളം പരത്തുന്നതാകട്ടെ. നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇതിലൂടെ ദൈവം ഞങ്ങൾക്ക് കൈമാറിയ ആത്മീയ ചിന്തകൾക്കും ദൈവ ശബ്ദത്തിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവെഴുത്തുകളുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ദൈവത്തിനായി ചെലവിടുവാൻ, ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ സമ്പത്ത്, ആരോഗ്യം, അറിവ്, കഴിവ്, അങ്ങനെ ഞങ്ങൾക്കുള്ളതായ എല്ലാം ഏറ്റവും നന്നായി ദൈവനാമ മഹത്വത്തിനായി, യേശുവിനായി ചെലവിടുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങ് കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ.